ഭരണഘടനാ ദിനമാണ്. അതിന്റെ പരിപാടികൾ ഇപ്പോൾ പാർലമെന്റിൽ നടക്കുന്നു. സെൻട്രൽ ഹാളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ഇപ്പോൾ घोषित किया था और तब से हर साल संविधान दिवस मनाया जाता है और आज 11वां संविधान दिवस है। हालांकि 2015 से पहले की अगर हम बात करें तो आज के दिन को राष्ट्रीय विधि दिवस के रूप में मनाया जाता था। जब हम संविधान की बात करते तो हमारा संविधान जो है वो भारत की एकता और പഴയ പാർലമെന്റിലെ സെൻട്രൽ ഹാളിലാണ് പരിപാടി നടക്കുന്നത്. പി ബസന്ത് വിവരങ്ങളുമായിട്ട്. ബസന്ത്, ഭരണഘടനാ ദിനത്തിന് വളരെ സവിശേഷതയുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള പ്രതിഷേധങ്ങൾ എപ്പോഴും കാണുന്നു, അതിലുള്ള മറുപടികളൊക്കെ കാണുന്നു. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്, എന്തൊക്കെ പരിപാടികളാണ് ഇതിനോടനുബന്ധിച്ചുള്ളത്? ദിവിഷ, ഭരണഘടനയുടെ 75ാം ദിന ആഘോഷങ്ങളാണ് ഇപ്പോൾ പാർലമെന്റിൽ ആരംഭിക്കാൻ പോകുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ പാർലമെന്റിലെ പഴയ മന്ദിരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതോടൊപ്പം തന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ അധ്യക്ഷനും അതോടൊപ്പം ഉപരാഷ്ട്രപതിയുമായ CP രാധാകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് ഇപ്പോൾ രാഷ്ട്രപതിയെ സ്വീകരിച്ച് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലേക്കാണ് രാഷ്ട്രപതിയെ ആനയിക്കുന്നത്. അവിടെ രാഷ്ട്രപതി ഭരണഘടനാ ദിനാചരണത്തിന്റെ മുഖ്യ പ്രഭാഷണം നടത്തും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള നന്ദി അവിടെ പറയും. 9 ഭാഷകളിൽ, മലയാളം അടക്കം 9 ഭാഷകളിലാണ് ഇന്ന് ഭരണഘടനയുടെ ഡിജിറ്റൽ പതിപ്പ് പുറത്തിറക്കുന്നത്. ഭരണഘടനയുടെ നേരത്തെ തന്നെ ഇത് മറ്റു ഭാഷകളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ ലോക്സഭാ സ്പീക്കർ നൽകിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഡിജിറ്റൽ രൂപത്തിലും ഇവ പുറത്തിറക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് അതിന്റെ ഉദ്ഘാടനം കൂടി ഇതിന്റെ കൂട്ടത്തിൽ നടക്കും എന്നാണ് നമ്മെ അറിയിച്ചിട്ടുള്ളത്. ഭരണഘടനാ രൂപീകൃതമായ കരട് ഇന്നലെയാണ്, 75 കൊല്ലം മുമ്പ് ഇന്നലെയാണ് ഇതിന്റെ കരടിന് രൂപം നൽകുന്നത്. ഇതിൽ നിന്നാണ് ഭരണഘടനയായി അംഗീകരിക്കപ്പെടുന്ന ഒരു ദിനം എന്നുള്ള നിലയ്ക്കാണ് ഭരണഘടനാ ദിനം ആചരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ, അതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതി, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എന്നിവരാണ് ഇപ്പോൾ പാർലമെന്റിലെ സെൻട്രൽ ഹാളിലേക്ക് രാഷ്ട്രപതിയെ ആനയിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. സെൻട്രൽ ഹാളിലേക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രവേശിക്കുകയാണ്. തത്സമയ ദർശനം. എഴുപത്തഞ്ചാം ഭരണഘടനാ ദിന പരിപാടികളാണ് ഇപ്പോൾ പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ നടക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു അങ്ങോട്ടേക്ക് എത്തുകയാണ്. സ്പീക്കർ ഓം ബിർള, ഉപരാഷ്ട്രപതി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജിജു തുടങ്ങിയവർ രാഷ്ട്രപതിയെ അനുഗമിക്കുന്നുണ്ട്. വളരെ വിപുലമായ രീതിയിലാണ് ഭരണഘടനാ ദിനാചരണം നടക്കുന്നത്. ബസന്ത്, പ്രതിപക്ഷ നിരയിൽ നിന്ന് ആരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്? പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അല്പസമയം മുമ്പ് പാർലമെന്റിലെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ AICC അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ എന്നിവരും പാർലമെന്റിലുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും തന്നെ ഉണ്ട്. മറ്റ് പ്രതിപക്ഷ നേതാക്കളും എല്ലാവരും അതോടൊപ്പം തന്നെ ആരും അങ്ങനെ ഒരു ബഹിഷ്കരണം, അങ്ങനെ പരിപാടികളൊന്നും തന്നെ ഈ വിഷയത്തിൽ പ്രഖ്യാപനമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പാർലമെന്റ് പൊതുവിൽ ഉള്ള നടപടികളാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 ഭാഷകളിൽ ഇതിന്റെ പതിപ്പുകൾ പുറത്തിറങ്ങുന്നു. ഡിജിറ്റൽ പതിപ്പ് മറാഠി, നേപ്പാളി, പഞ്ചാബി, ബോഡോ, കാശ്മീരി, തെലുഗു, ഒഡിയ, രാഷ്ട്രപതി ദ്രൗപദി മുർമു വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്.
സ്പീക്കർ ഓം ബിർള, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ വേദിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ദേശീയഗാനത്തോടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും വേദിയിലുണ്ട്. എല്ലാവരും തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭരണഘടനയുടെ 75ാം ദിനാഘോഷമാണ് പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. शुक्ल सप्तमी संवत 2006 विक्रमी को एतत् द्वारा संविधान को अंगीकृत, अधिनियमित और आत्मार्पित किया गया। हमारा संविधान हमारा स्वाभिमान, और ये हम सभी के लिए बड़े हर्ष और गर्व की बात है कि इस वर्ष देश संविधान को अंगीकार किए जाने की 76वीं वर्षगांठ मना रहा है। नमस्कार आप सभी का, आप सभी माननीय विशिष्ट जनों का इस ऐतिहासिक केंद्रीय कक्ष में हार्दिक स्वागत, अभिनंदन एवं आप सभी को शत शत वंदन। इस कार्यक्रम का शुभारंभ करने हेतु मेरा सादर अनुरोध माननीय लोकसभा अध्यक्ष श्री ओम बिरला जी से कि आप मान्यवर कृपया स्वागत संबोधन प्रस्तुत करने की कृपा करें। संविधान दिवस के पावन अवसर पर सभी देशवासियों को हार्दिक बधाई, शुभकामनाएं। इस पावन अवसर पर आज हम भारत की संविधान सभा के अध्यक्ष डॉक्टर राजेंद्र प्रसाद जी, हमारे संविधान के शिल्पकार बाबा साहब डॉक्टर भीमराव अंबेडकर जी एवं संविधान सभा के सभी मान्य सदस्यों का आदरपूर्वक नमन करते हैं। उनके अद्भुत ज्ञान, विवेक, दूरदृष्टि और अथक परिश्रम से ही ऐसा महान संविधान मिला जो में न्याय, समानता, बंधुत्व और हर नागरिक के सम्मान और गरिमा की गारंटी देता है। इस अवसर पर पधारे हमारे माननीय राष्ट्रपति महोदय जी, माननीय उपराष्ट्रपति जी, माननीय प्रधानमंत्री जी, राज्यसभा में सदन के नेता, माननीय संसदीय कार्य मंत्री, राज्यसभा में सदन के प्रतिपक्ष नेता, लोकसभा में नेता प्रतिपक्ष, राज्यसभा के उपसभापति, माननीय मंत्रीगण, सभी दल के नेतागण, माननीय सदस्यगण, अतिथियों, आप सभी का इस ऐतिहासिक संविधान सदन में हार्दिक स्वागत, अभिनंदन। संविधान सभा का ये केंद्रीय कक्ष और पवित्र स्थान है जहां गहन चर्चा, संवाद एवं विचार मंथन के बाद हमारे संविधान को आकार दिया गया। जनता की आकांक्षाओं को संवैधानिक प्रावधानों में लिपिबद्ध किया गया। संविधान के मार्गदर्शन में पिछले 7 दशक से अधिक के कालखंड में हमने नीतियों और कानून बनाए और सामाजिक न्याय और समावेशी विकास के लक्ष्य प्राप्त किए। हमने अपने संविधान के मार्गदर्शन में हमने सुशासन और सामाजिक आर्थिक विकास की एक परिवर्तनकारी यात्रा तय की है। भारत विश्व का सबसे जीवंत
और सफल लोकतंत्र माना जाता है। हमारा संविधान का गौरव है और हमारे संविधान की प्रस्तावना में लिखित शब्द हम भारत के लोग, हमारी सामूहिक शक्ति, राष्ट्रीय एकता और जन कल्याण के लक्ष्य की सशक्त अभिव्यक्ति है। आज हम सभी का सामूहिक लक्ष्य है वर्ष 2047 तक भारत को विकसित राष्ट्र बनाने का, और ये लक्ष्य तभी पूर्ण होगा जब हम अपने जीवन में संविधान के मूल्यों 75-ാം ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി പഴയ പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ നടക്കുകയാണ്. സ്പീക്കർ ഓം ബിർളയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്.